ഇന്നോ നാളെയോ നിങ്ങൾക്കൊരു ടെലിഫോൺ കോൾ വരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നായി മാറും. അത് ഉറപ്പാണ്. ആ കോൾ നിങ്ങളെ ഞെട്ടിക്കും. നിങ്ങൾ ചെയ്ത ഒരു വലിയ കുറ്റകൃത്യം വെളിച്ചത്താകും. ഇങ്ങനെ നിങ്ങളുടെ ജീവിതം തകർക്കുന്ന കോളുകളുടെ എണ്ണം ഓരോ ദിവസവും കേരളത്തിൽ കൂടിക്കൂടി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 1.5 കോടി രൂപയാണ് പത്തനംതിട്ടയിലെ വയോധികർക്ക് ഇങ്ങനെയൊരു കോളിൽ നഷ്ടമായത്. പത്തനംതിട്ടയിൽ വൃദ്ധദമ്പതികൾക്ക് ലഭിച്ച ഫോൺ കോളിന് ശേഷം നൽകേണ്ടി വന്നത് 1,45,00,000 രൂപയാണ്. നവംബർ 18-നാണ് മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നൊന്ന് പരിചയപ്പെടുത്തി ഷേർലി ഡേവിഡിന് ആദ്യം കോൾ വന്നത്. ഷേർലി ഡേവിഡ്, ഭർത്താവ് ഡേവിഡ് പി മാത്യു എന്നിവർ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും വെർച്വൽ അറസ്റ്റാണെന്നും വിളിച്ചവർ അറിയിച്ചു. ചെമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം എടുക്കണമെന്നും അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാറന്റ് അയച്ച് അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണി ഉണ്ടായിരുന്നു. അതൊരു ഭീഷണി സ്വരത്തിൽ തന്നെയായിരുന്നു ആ ഒരു നിർദ്ദേശം അവർ നൽകിയിരുന്നത്. ടെലിഫോൺ സംഭാഷണം അവസാനിച്ച് 1 മിനിറ്റിനകം തന്നെ രണ്ടാമത്തെ കോൾ എത്തുകയായിരുന്നു. ദമ്പതികളുടെ പേരിൽ നരേഷ് ഗോയലിന്റെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് ആ കേസിലും പ്രതിയാണെന്നും ഷെർലി ഡേവിഡിനെ അറിയിച്ചു. കേസിൽ നിന്നും ഒഴിവാകാൻ പലതവണയായി ദമ്പതികൾ ട്രാൻസ്ഫർ ചെയ്തത് 1,45,00,000 രൂപയാണ്. പണം നഷ്ടപ്പെട്ട ദമ്പതികളും കുടുംബവും അബുദാബിയിലാണ് സ്ഥിരതാമസക്കാർ. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇവർ നാട്ടിൽ വന്നത്. സംഭവത്തിൽ പത്തനംതിട്ടയിലെ കീഴ്വായ്പൂർ പോലീസാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. $145 ലക്ഷം രൂപ. ഷേർലി ഡേവിഡും ഭർത്താവ് ഡേവിഡ് പി മാത്യുവും വിദേശത്ത് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണം. ഒരു ഫോൺ കോളിൽ ആ പണം ആ വഴിക്കങ്ങ് പോയി. ദമ്പതികളെ വെർച്വൽ അറസ്റ്റ് ചെയ്ത ആ ഉദ്യോഗസ്ഥൻ ആരാണ്? മുംബൈ ക്രൈംബ്രാഞ്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ടുകൂട്ടിയിടിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക നിയമം മുംബൈ പോലീസിനു വേണ്ടി, ക്രൈംബ്രാഞ്ചിനു വേണ്ടി രാജ്യത്ത് നിലവിലുണ്ടോ? ഡിജിറ്റൽ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുമായി ഇറങ്ങുന്നവരെക്കുറിച്ചും അവർക്ക് മുന്നിൽ കീഴടങ്ങുന്നവരെക്കുറിച്ചുമാണ് ഇന്ന് കുറ്റവും ശിക്ഷയും. പത്തനംതിട്ട കീഴായ്പൂരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു സൈബർ കേസുണ്ട്. ഇപ്പോൾ നടന്ന സമാനമായ മറ്റൊരു സംഭവമാണ്. അതിലേക്കാണ് ഇനി. സംഭവം 1 2024 ഓഗസ്റ്റ്. സൈബർ തട്ടിപ്പിനിരയായത് മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസ്. സംഭവം നടന്ന തീയതി 2024 ഓഗസ്റ്റ് 2. ബിഷപ്പിന് തട്ടിപ്പുകാരുടെ ഒരു കോൾ ലഭിക്കുന്നു. മുംബൈ സൈബർ പോലീസ്, CBI ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് തട്ടിപ്പുകാർ ബിഷപ്പിനെ വീഡിയോ കോൾ ചെയ്തത്. മുംബൈയിൽ ബിഷപ്പിന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ടെന്നും അത് കള്ളപ്പണം വെളുപ്പിക്കാൻ, അതായത് മണി ലോണ്ടറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഡിജിറ്റൽ കസ്റ്റഡി. അവർ ചില പേപ്പറുകൾ ക്യാമറയിൽ ഉയർത്തിക്കാട്ടി. വ്യാജ അറസ്റ്റ് വാറന്റുകളും ചില രേഖകളും. ഉടൻ തന്നെ അവർ ബിഷപ്പിനെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കി. പിന്നെ ഏകദേശം 2 മണിക്കൂർ. മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ അനുവാദമില്ല, അനങ്ങാൻ പോലും സമ്മതിച്ചില്ല. വീഡിയോ കോളിലൂടെ അവർ ബിഷപ്പിനെ ശരിക്കും അറസ്റ്റിലാക്കി. തലവേദനയാകുമല്ലോ കാര്യങ്ങൾ എന്നാണ് ബിഷപ്പ് ചിന്തിച്ചത്. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ബിഷപ്പ് അവരുടെ ആവശ്യം അംഗീകരിച്ചു. കുരുക്കിൽ നിന്നും ഊരിത്തരാം, പൈസ ചാഹിയെ. തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് അവർ നൽകിയ അക്കൗണ്ടുകളിലേക്ക് ബിഷപ്പ് ട്രാൻസ്ഫർ ചെയ്തത്. എന്നെ പോലുള്ള ഒരാൾക്ക്, ഇത്രയും ഒക്കെ വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള ഒരാൾക്ക് പോലും ഇതുപോലൊരു വലിയ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത് മറ്റുള്ളവരറിയട്ടെ. പറ്റിച്ചതാണോ? പണം കൊടുത്താൽ എന്താ?
പ്രശ്നം അവസാനിച്ചല്ലോ എന്നാശ്വസിച്ചിരുന്ന ബിഷപ്പിന് ദാ വരുന്നു അടുത്ത കോൾ. ഇത് വാട്സപ്പിലാണ്. CBI ഉദ്യോഗസ്ഥനാണ്. കേസിൽ നിന്ന് രക്ഷിക്കാം. ആവശ്യം 2 ലക്ഷം രൂപ. 2 लाख ഗിഫ്റ്റ് ദേദോ ബസ്. 15 കൊടുത്ത് താൻ ഒതുക്കിയ കേസിൽ 2 ലക്ഷത്തിന്റെ ഓഫർ കേട്ട ബിഷപ്പ് നെഞ്ചിൽ കൈവച്ചു. നഷ്ടമായി പോയല്ലോ. പക്ഷെ പെട്ടെന്നാണ് താൻ കബളിപ്പിക്കപ്പെടുകയാണോ എന്ന് ബിഷപ്പിന് സംശയം തോന്നിയത്. ഒരു അഭിഭാഷക സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചു. തന്നെ ഫൂളാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ബിഷപ്പ് കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും പരാതി നൽകി. കഴിഞ്ഞ വർഷം, അതായത് 2024 ഓഗസ്റ്റിൽ ബിഷപ്പ് പരാതി നൽകിയ അതേ കീഴ്വായ്പൂരിലാണ് 2025 നവംബറിൽ അബുദാബിയിൽ നിന്നും മടങ്ങിയെത്തിയ വൃദ്ധ ദമ്പതികളും പരാതി നൽകിയത്. ഒരേ പോലീസ് സ്റ്റേഷൻ, ഒരൊറ്റ ഇടവക. അതായത് സാക്ഷാൽ ബിഷപ്പിന് പറ്റിയ ചതിയുടെ കഥ ആ ഇടവകക്കാർക്ക് പോലും തലയിൽ കയറിയില്ല എന്ന് ചുരുക്കം. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട സ്വദേശിയായ അശ്വഘോഷിനും വന്നു ഒരു കോൾ. തനിക്ക് നേരെ വന്ന ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി കോൾ അശ്വഘോഷ് എങ്ങനെയാണ് നേരിട്ടത്? ബിഷപ്പും മറ്റുള്ളവരും, നമ്മളും അതൊന്ന് പഠിക്കണം. അശ്വഘോഷ് സൈന്ധവ് എന്ന ചെറുപ്പക്കാരൻ ബിഷപ്പിനെ പോലെയല്ല. ബിഷപ്പിനോളമോ അബുദാബി ദമ്പതികൾക്കൊപ്പമോ തലനിരയില്ല, തലപ്പൊക്കമില്ല, ലോകപരിചയമില്ല. പക്ഷെ വാർത്ത കാണും. തട്ടിപ്പുകളെക്കുറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ വായിച്ചറിഞ്ഞു. കൂടുതൽ അറിയാൻ സൈബർ സെക്യൂരിറ്റി കോഴ്സും പഠിച്ചു. ഞാൻ തന്നെ എത്രമാത്രം ഇല്ലിറ്ററേറ്റ് ആണ് ഈ വിഷയത്തിൽ ഞാൻ പഠിച്ചു. അച്ഛന്റെ ഫോണിലേക്കാണ് സൈബർ കുറ്റവാളികൾ വിളിച്ചത്. പതിവ് പോലെ മുംബൈ സൈബർ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അവർ പരിചയപ്പെടുത്തി. ഒറ്റ വിളിയിൽ തന്നെ അച്ഛന് കാര്യം മനസ്സിലായി. ഇതിനു പറ്റിയത് പക്ഷെ മകനാണ്. ഈ കേസ് അച്ഛൻ മകന് ട്രാൻസ്ഫർ ചെയ്തു. ലഹരിമരുന്ന് കടത്ത് കേസിൽ പ്രതിയാണെന്നും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തതായും മുംബൈക്കാർ പറഞ്ഞു. അശ്വഘോഷാണെങ്കിലോ അഭിനയ സിംഹം. അവരുടെ മുന്നിൽ ഭയന്നു വിറച്ചു. മുംബൈക്കാരല്ലേ, മലയാളം മാത്രം പോരല്ലോ, ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കൂടി ചേർത്ത് അഭിനയിച്ചവരെ അയാൾ ശരിക്കും കളിയാക്കി. മനസ്സിലാവണ്ട, എനിക്കൊന്നും നിന്നെ മനസ്സിലാക്കി എനിക്കൊന്നും കിട്ടാനില്ല. अरे मलयालम सीखो ना, मैं क्यों आपके हिंदी में बोलना चाहिए? ओलो गोलो 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 गोलो, वो ही आपको पता है. ओलो गोलो 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 क्या चाहिए आपको, बता दो, मैं दे देगा आपको. चैनल के नाम बताना, मैं भी देखूं. अरे सब चैनल है, कोई सब चैनल है भैया, बहुत चैनल है मेरे पास. आप जाके टीवी खोलो ना, टीवी खोलो, टीवी पे आ जाएगा. തന്റെ രേഖകളൊക്കെ ഗോവയിൽ ഒരു യാത്രക്കിടെ നഷ്ടപ്പെട്ടുവെന്നാണ് അശ്വഘോഷിന്റെ തിരക്കഥ. ലഹരിയും താനുമായി ബന്ധമില്ല. അങ്ങനെ 2 മണിക്കൂർ നീണ്ടു പോലീസും കള്ളനും കളി. ഒടുവിൽ മുംബൈക്കാർ തളർന്നു. അശ്വഘോഷ് വിടുന്നേയില്ല. ആരെ അറസ്റ്റ് ചെയ്തതാണെന്ന് ഒടുവിൽ സംശയമായി. അറിവിന്റെ ബലം. ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ പേരോ നമ്മുടെ സ്ഥലമോ യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസ് ഇവരുടെ പക്കൽ കാണില്ല. ഇവർ ജസ്റ്റ് ഒരു നമ്പറിലേക്ക് വിളിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇവർ നമ്മുടെ പേരും സ്ഥലവും എല്ലാം ചോദിച്ചറിയാൻ നോക്കുന്നത്. അവരുടെ 2 മണിക്കൂർ പാഴാക്കിയാൽ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് അവർ കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു അവിടെ. മുട്ടുമടക്കിയ മുംബൈക്കാർ പെട്ടിമടക്കി. നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ നമ്മുടെ ID കാർഡ് നമ്പറും നമ്മുടെ പേരും മറ്റും എല്ലാം ചോദിക്കും. ഏതെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി, അവരതുകൊണ്ട് പൊക്കോളും. പക്ഷേ ഇത് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോലീസ് വയർലെസ്സിലൂടെ സംസാരിക്കുന്ന രീതിയിലാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കി പെൻഡിങ് ഇരിക്കുന്ന ഫയലെല്ലാം പെട്ടെന്ന് തീർക്കണം കേട്ടോ എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. എന്താണ് അശ്വഘോഷ് നൽകിയ സംഭാവന? ഈ സംഭവങ്ങൾ മുഴുവനും അശ്വഘോഷ് അച്ഛൻ്റെ കൂടി സഹായത്തോടെ പൂർണ്ണമായും വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു. തൻ്റെ ചെറുത്തുനിൽപ്പിനും അഭിനയത്തിനുമിടയിൽ ഇവർ വീഡിയോ കോളിലൂടെ നൽകിയ നിർദ്ദേശങ്ങൾ, തട്ടിപ്പുകാരുടെ ദൃശ്യങ്ങൾ, അവരുടെ ഭാഷാ രീതികൾ, അങ്ങനെ എല്ലാം ആ വീഡിയോയിൽ പതിഞ്ഞു. ഇത് അവരും തട്ടിപ്പുകാരും മനസ്സിലാക്കി. ഗുണം 2 ആയിരുന്നു. 1, അവർ വന്ന വഴി ഓടി. 2, ഈ ദൃശ്യങ്ങൾ സൈബർ അന്വേഷകർക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി.
മാല പാർവതിയുടെ കഥ കൂടി കേൾക്കാം. 2024 ഒക്ടോബർ. ഒരു വർഷം മുമ്പാണ് നടിയും അവതാരകയുമായ മാല പാർവതി ഒരു വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിന് ഇരയായി എന്ന തരത്തിൽ വാർത്ത വന്നത്. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഘം മാല പാർവതിയെ ഒരു വീഡിയോ കോളിലേക്ക് ക്ഷണിച്ചു. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ മാല പാർവതിക്ക് ബന്ധമുണ്ട്. ആദ്യം ഒന്ന് ഞെട്ടി. ഡിജിറ്റൽ അറസ്റ്റിലാണ് താങ്കൾ. സന്ദേശമെത്തിയതോടെ പിന്നെ അനങ്ങാൻ പോലും വിടുന്നില്ല. പക്ഷെ മാല പാർവതി നിരന്തരം അവരോട് കാര്യം തിരക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ഭീഷണിയായി. പണം തന്നാൽ ഒതുക്കാമെന്നായപ്പോൾ മാല പാർവതിക്ക് കാര്യം മനസ്സിലായി. ഇത് പണം തട്ടിപ്പ് സംഘം തന്നെ. തട്ടിപ്പുകാരുടെ ആവശ്യങ്ങൾ അവർ നിരസിച്ചു. കേരള പോലീസിലെ സൈബർ വിഭാഗത്തിൽ പരാതിയും നൽകി. അതുകൊണ്ടും അവസാനിപ്പിച്ചില്ല. പൊതുമധ്യത്തിലെത്തി തനിക്കുണ്ടായ അനുഭവം അവർ തുറന്നു പറഞ്ഞു. നിങ്ങൾ ആദ്യം മുംബൈയിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അതായത് DHL നിന്നും കണക്ട് DHL ഞാനൊരു ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഒരു പാഴ്സൽ എൻ്റെ പേരിൽ എൻ്റെ ആധാർ കാർഡ്, അവരെൻ്റെ ആധാർ കാർഡ് നമ്പർ പറഞ്ഞു. ആധാർ കാർഡ് നമ്പർ ഉപയോഗിച്ചിട്ട് മുംബൈയിലെ ഒരു അഡ്രസ്സ് തന്നിട്ട് അത് തൈവാനിലേക്ക് അയക്കുന്നുണ്ട്. അത് പിടിച്ചു വെച്ചേക്കുവാണ് അന്ധേരി ഈസ്റ്റിലെ പോലീസ് ക്രൈം ബ്രാഞ്ച്. അപ്പോൾ അത് കസ്റ്റംസിൽ നിന്ന് അവിടെ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പേരിലാണ് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഹോട്ട്ലൈൻ നമ്പർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം ധാരാളം കേസസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞങ്ങൾ കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാൻ കണക്ട് ചെയ്യൂ, കംപ്ലയിൻറ്റ് ചെയ്തേക്കാം ആരെങ്കിലും ഒഫീഷ്യലുണ്ടെങ്കിൽ. അപ്പോഴാണ് ഒരു പോലീസിനാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നത് വാട്സപ്പ് കോളിലാണ്. പൊതുജനത്തിന് മുന്നറിയിപ്പ് നൽകാനും അവബോധം സൃഷ്ടിക്കാനുമാണ് താൻ ഇത് വെളിപ്പെടുത്തുന്നതെന്നും മാല പാർവതി തുറന്നു പറഞ്ഞു. ത്രാസിൻ്റെ എംബ്ലമാണ്. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു അവിടെ അശോകസ്തംഭമൊക്കെ വരേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ പെട്ടെന്ന് ഈ പേര് ഗൂഗിൾ ചെയ്തു. അപ്പോൾ സിമിലർ സാധനം ഒരാൾ ട്വീറ്റ് ചെയ്തേക്കുന്നത് വായിച്ചു. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ മാനേജർ ഉണ്ടായിരുന്നു, ഇവിടെ വെളിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ ഞങ്ങളുടെ HR പിക്ചേഴ്സിൻ്റെ റോണി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തു. അപ്പോൾ അദ്ദേഹം തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അദ്ദേഹം സംസാരിച്ചപ്പോഴത്തേക്ക് പിന്നെ ഒരു ഫോൺ വെച്ച് ഞാൻ ബ്ലോക്ക് ചെയ്തു. രാജ്യത്തെ പ്രമുഖർ പലരും ഈ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു. എന്തിന്, എപ്പോൾ? വെർച്വൽ അറസ്റ്റ് എന്ന ഭൂലോക തട്ടിപ്പിന്റെ പിന്നാമ്പുറങ്ങളിലേക്കാണ് വീണ്ടും. റിസർവ് ബാങ്ക് മുതൽ സായാഹ്ന പത്രങ്ങൾ വരെ അച്ചുനിരത്തി. സോഷ്യൽ മീഡിയ തുറന്നാൽ സൈബർ തട്ടിപ്പിനെ കുറിച്ചുള്ള പാഠങ്ങൾ മാത്രം. രാജ്യത്തെ പ്രമുഖ പത്രങ്ങൾ ജാക്കറ്റ് പേജിൽ വെണ്ടക്ക വലുപ്പത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്നിട്ടും ജനം കഴുതകളായിക്കൊണ്ടേയിരുന്നു. സഹികെട്ടാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തിയത്. മൻ കി ബാത്തിൽ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നൽകി. സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് ടേക്ക് ആക്ഷൻ. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സന്ദേശവുമായി സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി. ബോധവൽക്കരണത്തിൽ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു വാചകം, കൃത്യമായ മുന്നറിയിപ്പുകൾ. ഈ രാജ്യത്ത് വെർച്വൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റില്ല. ഈ രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റുമില്ല. ഒരു നിയമപുസ്തകത്തിലുമില്ല, ഒരു ഉത്തരവിലുമില്ല. കോടതിയും പറഞ്ഞിട്ടില്ല, പോലീസും പറഞ്ഞിട്ടില്ല. മുംബൈ എന്നത് ഇന്ത്യയിലെ ഒരു പട്ടണം മാത്രമാണ്. അതൊരു രാജ്യമല്ല. മുംബൈക്ക് മാത്രമായി പ്രത്യേക അധികാരമുള്ള ഒരു നിയമപുസ്തകമില്ല. റിട്ടയർ ചെയ്തിരിക്കുന്ന വയോധികരെ ലക്ഷ്യമിടുന്ന രാജ്യത്തെ കുറെ ഫ്രോഡുകൾ തിരഞ്ഞെടുക്കുന്ന വ്യാജ മേൽവിലാസങ്ങൾ മാത്രമാണത്. നാളെ മുംബൈക്ക് പകരം ഡൽഹിയോ ബംഗളൂരുവോ ലക്നൌവോ അഹമ്മദാബാദോ ആകാം. സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് ടേക്ക് ആക്ഷൻ. 3 വാക്കുകൾ. ഒരു മന്ത്രം പോലെ ഓർക്കുക. സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് ടേക്ക് ആക്ഷൻ. ഓൺലൈനിൽ സംശയാസ്പദമായ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനടി പ്രതികരിക്കരുത്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിനോ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിനോ വിവരങ്ങൾ നൽകുന്നതിനോ മുമ്പ് ഒരു നിമിഷം നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ബുദ്ധി നിർത്തിവെക്കുക. സ്റ്റോപ്പ്. ഇനി സമയം ചിന്തയുടേതാണ്. തിങ്ക്. ഈ സന്ദേശമയച്ച വ്യക്തിയോ സ്ഥാപനമോ വിശ്വസനീയമാണോ എന്ന് ചിന്തിക്കുക. അസാധാരണമായ അഭ്യർത്ഥനകൾ, ആകർഷകമായ സമ്മാന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ എന്നിവ തട്ടിപ്പായിരിക്കും എന്ന്
പ്രാഥമികമായി തന്നെ നിങ്ങൾ ഉറപ്പിക്കുക. തിങ്ക്. ഇനി വേണ്ടത് പ്രവൃത്തിയാണ്. ടേക്ക് ആക്ഷൻ. സന്ദേശം അയച്ചയാളുടെ വിവരങ്ങൾ സംഘടിപ്പിക്കണം. ഒരു മറുവഴി തേടണം. ഔദ്യോഗിക വെബ്സൈറ്റ്, ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ വിദഗ്ധനായ ഒരു സുഹൃത്ത്, ഏതെങ്കിലും രീതിയിൽ. ആ സന്ദേശം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ സംശയിക്കേണ്ട. ആ സന്ദേശം എന്തോ ആകട്ടെ, മോഹിപ്പിക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ എന്തായാലും അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഡോണ്ട് ക്ലിക്ക്. അതിൽ ക്ലിക്ക് ചെയ്യരുത്. पहले चरण में मैंने कहा रुको, दूसरे चरण में मैंने कहा सोचो, और तीसरा चरण कहता हूँ एक्शन लो. मैं आपको डिजिटल सुरक्षा के 3 चरण बताता हूँ. ये 3 चरण है: रुको, सोचो, एक्शन लो. കേരളമാണിപ്പോൾ ഈ തട്ടിപ്പുകാർക്ക് നല്ല നനവുള്ള മണ്ണ്. വിരമിക്കൽ ആനുകൂല്യം, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അതൊക്കെ വാങ്ങി വിശ്രമ ജീവിതം നയിക്കുന്ന വയോധികരാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യം. പക്ഷേ സൈബർ തട്ടിപ്പുകാർക്കും പറ്റും ചില അബദ്ധങ്ങൾ. അതും കേരളത്തിൽ തന്നെ. അശ്വഘോഷ് ഒരു ഉദാഹരണമാണ്. പക്ഷേ സമാനതകളില്ലാത്ത മറ്റൊരു സംഭവം തൃശ്ശൂരിൽ നടന്നു. മുന്നറിയിപ്പ്: ചിരിക്കാൻ പ്രയാസമുള്ളവർ കാണരുത്. തൃശ്ശൂരിലെ ഫീസ്റ്റോ TD എന്ന വ്യക്തിക്ക് ഒരു ദിവസം ഒരു കോൾ ലഭിക്കുന്നു. മറുവശത്ത് മുംബൈ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന പതിവ് വാചകം. 2024 നവംബർ 16. തൃശ്ശൂരിൽ തന്റെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഫീസ്റ്റോയ്ക്ക് കോൾ ലഭിക്കുന്നത്. വാട്സാപ്പിൽ ഒരു വീഡിയോ കോൾ. പുറകിൽ ഇന്ത്യൻ പതാക ഫയലുകൾ. ഒരു പോലീസ് വേഷധാരിയാണ് മറുവശം. സാർ എന്ന വിളിയോടെ ഫീസ്റ്റോ TD ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തെ പോലീസ് വേഷധാരി ഇംഗ്ലീഷിൽ ഒരു ചോദ്യമാണ്. വേർ ആർ യു? സംഗതി ഗൗരവത്തിലാണ്. My camera is not working properly, sir. ക്യാമറ ശരിയല്ലെന്ന് ഫീസ്റ്റോ മറുപടി നൽകുന്നുണ്ടപ്പോൾ. ക്യാമറ നേരെ പിടിക്കാൻ അപ്പുറത്ത് നിന്ന് ആജ്ഞ. എന്നാ പിന്നെ കാണിക്കാമല്ലേ എന്ന് ഫീസ്റ്റോ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്നത് കേൾക്കാം. അടുത്ത സീൻ, ക്യാമറ പുറകിലേക്ക് മാറുന്നു. വൈഡ് ആംഗിളായി. ഫീസ്റ്റോ അപ്പുറത്തെ മുംബൈ പോലീസിന് സർപ്രൈസിന്റെ ഒരു ഫീസ്റ്റ് തന്നെ നൽകി. ഒരു നിമിഷം കണ്ണു തള്ളിപ്പോയി പാവം മുംബൈ പോലീസിന്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. തൃശൂർ സിറ്റി പോലീസ് ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. My camera is not working properly, sir. Move your camera a bit down. Yes. What do you do? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. नमस्कार. ये छोड़ दो भाई, ये काम छोड़ दो. आपको अच्छी तरह से नहीं चलेगा, समझा? आपका लोकेशन मुझे मिला है, आपका एड्रेस मुझे मिला है, सब कुछ मुझे मिला है. ये साइबर सेल है भाई. क्या देखो, ये साइबर सेल है. കോൾ കിട്ടിയ ഫീസ്റ്റോ TD തൃശൂർ സിറ്റി സൈബർ സെല്ലിലെ സബ് ഇൻസ്പെക്ടർ, അതും യൂണിഫോമിൽ. 2024-25 വർഷത്തിൽ നടത്ത തട്ടിപ്പുകളുടെ എണ്ണം അതിശയിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ ബോധവൽക്കരണങ്ങൾ 2024-2025 വർഷത്തിലാണ് നടത്തിയത്. അതേ കാലയളവിൽ തന്നെയാണ് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകൾ നടന്നതും. അതിശയകരമാണ് കണക്കുകൾ. വിരമിച്ച ഉദ്യോഗസ്ഥർ, പ്രവാസികൾ, മുതിർന്ന പൗരന്മാർ, കോടിക്കണക്കിന് രൂപയാണ് ഇവർക്കൊക്കെ നഷ്ടപ്പെട്ടത്. ഈ വർഷം 2025 ഓഗസ്റ്റിൽ കാസർഗോഡ് ജില്ലയിൽ വിരമിച്ച ദമ്പതികളിൽ നിന്ന് 2.4 കോടി രൂപയാണ് തട്ടിപ്പുകാർ അടിച്ചുമാറ്റിയത്. എറണാകുളത്ത് 1.2 കോടി രൂപ തട്ടിയെടുത്ത കേസ് രജിസ്റ്റർ ചെയ്തതും ഇതേ സമയത്ത് തന്നെ. സെപ്റ്റംബർ 2025 കൊച്ചിയിൽ 25 കോടിയുടെ ഓഹരി വിപണി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ അറസ്റ്റ് സൈബർ രേഖപ്പെടുത്തി.
വർദ്ധിച്ചുവരുന്ന തട്ടിപ്പുകൾ, കേസുകൾ. ഒടുവിൽ ഒരു പ്രത്യേക ദൗത്യവുമായി സംസ്ഥാന സർക്കാർ ഇറങ്ങി. ഒക്ടോബർ 2025 സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒരു ക്ലീനിംഗ് ഹണ്ട്. ലക്ഷ്യം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുക. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി വേട്ടയാരംഭിച്ചു. ഓപ്പറേഷൻ സൈ ഹണ്ട്. പോലീസ് നടത്തിയ പ്രത്യേക ഡ്രൈവിൽ ഒറ്റ ദിവസം കൊണ്ട് 263 പേരെ അറസ്റ്റ് ചെയ്തു. ആകെ രജിസ്റ്റർ ചെയ്തത് 382 കേസുകൾ. ഇത് കേരളമാണ്. നമുക്കൊരു ഹുങ്കുണ്ട്. സാക്ഷരതയുടെ, നവോത്ഥാനത്തിന്റെ, അഭിമാനത്തിന്റെ ഹുങ്ക്. അത് നശിപ്പിക്കരുത്. ഈ അഭ്യർത്ഥന തട്ടിപ്പുകാരോടല്ല, അവർക്ക് തലവെച്ചു കൊടുക്കുന്നവരോടാണ്. കേൾക്കുമ്പോൾ വിഷമം തോന്നരുത്. ഇപ്പോഴും ഇനിയും വെർച്വൽ അറസ്റ്റ് പോലുള്ള ഡിജിറ്റൽ തട്ടിപ്പിന് വിധേയരാകുന്നവരെ, പണം പോയി എന്ന് പറഞ്ഞ് കീഴുന്നവരെ കോവർ കഴുതകൾ എന്ന് വിളിച്ചാൽ അതിന് നിങ്ങൾ അർഹരാണ് എന്ന് തന്നെ വിശ്വസിക്കണം. മാധ്യമങ്ങളും ബാങ്കുകളും ബോധവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കണ്ണു തുറന്നാൽ കാണാം, അത് കാണണം. വാർത്താ മാധ്യമങ്ങളെ നിങ്ങൾക്ക് ക്രൂശിക്കാം, വിമർശിക്കാം. പക്ഷേ വാർത്തകളെ, മുന്നറിയിപ്പുകളെ, അതിന്റെ മെറിറ്റിനെ അവഗണിക്കരുത്. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയുള്ളതാണ്. നാളെ മറ്റൊരു കേസുമായി വീണ്ടും. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.